നവകേരള സദസ്സ് തലസ്ഥാന നഗരിയിൽ അവസാനിക്കാനിരിക്കെ ആരംഭ ജില്ലയിൽ നിന്ന് തന്നെ അഴിമതി ആരോപണത്തിലുള്ള വഴിയും ഒരുങ്ങി. വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച ഒരു രേഖയും കൈവശമില്ലെന്നാണ് കാസർഗോഡ് ജില്ലാ ഭരണകൂടം വിവരാവകാശ അപേക്ഷയ്ക്ക് നൽകിയ മറുപടി. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kuttiyadi. ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറിയും മുൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലായി നടന്ന നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച യാതൊരു രേഖയും കൈവശമില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണെങ്കിലും ഇതിന്റെ നടത്തിപ്പിനായി സർക്കാർ നേരിട്ട് തുകയൊന്നും അനുവദിച്ചിട്ടില്ലെന്നും കളക്ടറേറ്റിൽ നിന്നും നൽകിയ മറുപടിയിൽ പറയുന്നു. മാത്രമല്ല, തദ്ദേശ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്നും പണം പിരിച്ചോ എന്നതും ജില്ലാ ഭരണകൂടത്തിനറിയില്ല. പരിപാടിയുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാർ ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിച്ചിട്ടുമില്ല. മാത്രമല്ല, 5 നിയോജക മണ്ഡലങ്ങളിലെയും സംഘാടക സമിതിയുടെ വരവ് ചെലവ് കണക്കുകളോ മിനിറ്റ്സോ ഇതുവരെ ജില്ലാ ഭരണകൂടം പരിശോധിച്ചിട്ടില്ലെന്നാണ് തനിക്ക് മറുപടി ലഭിച്ചതെന്നും ഈ സാഹചര്യത്തിൽ നവകേരള സദസ്സിന്റെ വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അപേക്ഷകനായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി, ആ പരിപാടിക്ക് സർക്കാർ പണമൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത്. ഇപ്പോൾ വിവരാവകാശം പ്രകാരം കൊടുത്തിട്ടുള്ള മറുപടിയും അത് തന്നെയാണ്. അപ്പോൾ ഈ പണം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന്, ഏതൊക്കെ വ്യക്തികളിൽ നിന്ന്, ആരൊക്കെയിൽ നിന്ന് എന്നുള്ളത് ഒരു വിവരം ആരാഞ്ഞിരുന്നു. ആ വിവരത്തിന് തന്നിട്ടുള്ള മറുപടി ജില്ലാ കളക്ടറേറ്റിൽ അത്തരം യാതൊരു രേഖകളും ഇല്ല എന്നുള്ളതാണ്. ആരാണ് പിരിച്ചത് എന്നതിനെ സംബന്ധിച്ചും അവരുടെ കയ്യിൽ രേഖയില്ല. റെസീറ്റ് ബുക്ക് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടോ, എത്രയാണ് എന്നതിനെ സംബന്ധിച്ചു യാതൊരു രേഖയും അവിടെയില്ല. ആരാണ് പിടിച്ചതെന്നോ എത്രയാണെന്ന് പിടിച്ചതെന്നോ എന്ന ഒരു കണക്കും അവിടെ ഇല്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ചിലവിനെ സംബന്ധിച്ച് നമുക്കറിയാം, സർക്കാർ പരിപാടിയാണ്. സർക്കാർ പരിപാടിയിൽ ഓരോ പൈസ ചിലവാക്കുന്നതിനും ഒരു മാനദണ്ഡമുണ്ട്, നിയമമുണ്ട്, ഒരു ചട്ടമുണ്ട്. അതൊന്നും പാലിക്കാതെയാണ് ഇവിടെ ചിലവാക്കിയിട്ടുള്ളത്. കാരണം ഇത്രയും വലിയ പരിപാടികളാണ്, ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറുപടി. അതുപോലെ തന്നെ ഇത് ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച്, എത്ര രൂപ ചിലവാക്കി എന്നതിനെ സംബന്ധിച്ചും ഒരു കണക്കും ജില്ലാ കളക്ടറേറ്റിലില്ല. അപ്പോൾ വരവിനെ സംബന്ധിച്ചും ഒരു രേഖയുമില്ല, ചെലവിനെ സംബന്ധിച്ചും ജില്ലാ കളക്ടറേറ്റിൽ ഒരു രേഖയുമില്ല എന്നുള്ളതാണ് ഈ രേഖകൾ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലെ ദുരൂഹത വലിയ ദുരൂഹതയാണുള്ളത്. ഇത് ഒരു വലിയ അഴിമതിയാണ് ഇതിനകത്ത് ഉള്ളത്. നവകേരള സദസ്സുകൾക്ക് വേണ്ടി എവിടുന്ന്, ആരിൽ നിന്ന് പണം സമാഹരിച്ചു എന്നും എന്തിനൊക്കെ വേണ്ടി അവ ചെലവഴിച്ചു എന്നും വ്യക്തമാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും യാതൊരുവിധ ടെൻഡർ നടപടികളോ ഓഡിറ്റിംഗോ ഇല്ലാതെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയാണ് പിണറായി സർക്കാരെന്നും ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. അഭിമാനമായി നടത്തിയ പരിപാടി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആരംഭിച്ച ജില്ലയിൽ നിന്ന് തന്നെ അഴിമതി ആരോപണത്തിലുള്ള വഴിയൊരുങ്ങിയത് വരും ദിവസങ്ങളിൽ തന്നെ സർക്കാരിനെതിരെയുള്ള അമ്പായി ആഞ്ഞെടുക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് നവകേരള അഴിമതി സദസ്സായിട്ട് മാറിയിട്ടുണ്ട്. CPM-ൻ്റെ നേതാക്കന്മാരാണ് ഇതിൻ്റെ ചെയർമാൻമാരായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ CPM-നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ജീവനക്കാരാണ് ഇതിൻ്റെ കൺവീനർമാർ. ഈ 2 കൂട്ടരും കൂടി ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.